ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS NC എൻട്രൻസ് എക്സാമിനേഷനുള്ള ഒരു 10-day റിവിഷൻ പ്ലാനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് സിലബസിലുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ഡേയ്സ് റിവിഷനും മോക്ക് ടെസ്റ്റിനൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 10 ഡേയ്സാണ് എടുത്തിരിക്കുന്നത്, June 18 to June 27. സോ ഫസ്റ്റ് ഡേ June 18 ആണ്. ഇതിൽ കമ്പ്യൂട്ടർ ബേസിക്സ് റിവൈസ് ചെയ്യാം, പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്യാം, MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ CS പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് indiabix.com എടുക്കാം. അതിൽ കുറേ MCQs കിട്ടും. പിന്നെ മാത്സ് കോണ്ടൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈറ്റും ആപ്പൊക്കെ യൂസ് ചെയ്യാം. അതിൽ ഫ്രീ മോക്ക് ടെസ്റ്റൊക്കെ കിട്ടും. പിന്നെ ഡേ 2 June 19 ആണ്. ഇതിൽ ബൈനറി അറിത്മെറ്റിക്കും പിന്നെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം, റിവൈസ് ചെയ്യാം. June 20 ഡേ 3 അതിൽ DBMS റിവിഷൻ, പിന്നെ ഡിജിറ്റൽ ലോജിക്, ആർക്കിടെക്ചർ ഇതെല്ലാം റിവൈസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദെൻ ഡേ 4 June 21 ആണ്. ഇതിൽ ഓൾജിബ്ര, ക്വാഡ്രാറ്റിക്സ്, ലോഗറിതമിക്സ് ഇതൊക്കെ റിവൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിവൈസ് ചെയ്തിട്ട് മിനിമം ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വേറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ബിക്കോസ് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്ര സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡേ 5 June 22 ആണ്. അതിൽ ജോമെട്രി, മെൻസുറേഷൻ, കോർഡിനേറ്റ് ജോമെട്രി, മെൻസുറേഷൻ ഇതൊക്കെ ചെയ്യാം. ആൻഡ് അതിലും മിനിമം 20 ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ദെൻ ഡേ 6 June 23 ആണ്. അതിൽ ട്രിഗ്നോമെട്രി, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ട് ദെൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ദെൻ ഡേ 7 June 24 ആണ്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ആണ് റിവൈസ് ചെയ്യാനുള്ളത്. ഇതിന് കുറേ സൈറ്റ്സിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഡേ 8 June 25 ആണ്. അതിൽ ഇംഗ്ലീഷ് റിവൈസ് ചെയ്യാം, ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഡേ 9 June 26 ആണ്. അതിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് ഒരു 1 ഇയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ഈവൻസിൻ്റെയൊക്കെ ഒന്ന് എടുത്ത് റിവൈസ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ പറ്റുവാണെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റും കൂടി ചെയ്യാം. ദെൻ ആ മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഏതൊക്കെ ഏരിയാസിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ദെൻ June 27 ഒരു ഫുൾ മോക്ക് ടെസ്റ്റ്, ഇതുവരെ നിങ്ങൾ പഠിച്ച എല്ലാത്തിൻ്റെയും ചേർത്ത് വെച്ചിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് പ്രീവിയസ് 23 അല്ലെങ്കിൽ 24ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോർഷൻസ് നോക്കിയിട്ട് അന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഡേ 11 നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ച ഫോർമുലാസ്, ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.